എന്നാ എടുക്കുവാ? ഞാൻ ഇന്നത്തെ ഗോൾഡ് റേറ്റ് നോക്കാം. ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പം UAE ഇപ്പം നമ്മൾ കുറേ നാളായില്ലേ ഇവിടെ വന്നിട്ട്. അപ്പം അച്ഛന് ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്, അറിയാം. ഇപ്പം നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചും അല്ലെ പൊതുവേ നമ്മൾ നോക്കുമ്പം ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ, അതിപ്പം മെയിലായാലും ഫീമെയിലായാലും ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ അവരുടെ ഫാമിലി എപ്പം ഇങ്ങോട്ട് കൊണ്ടുവരാൻ എലിജിബിൾ ആവുമെന്ന് പറഞ്ഞാൽ അവരത്രയും റെഡി ആകുന്നത് എപ്പോഴായിരിക്കും ശരിക്കും പറഞ്ഞു? അല്ല അതിനെപ്പറ്റി ആലോചിക്കുമ്പം അവരെന്തിലൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് പറയാമോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം എൻ്റെ ഒരു കസ്റ്റമർ അപ്പം ആള് എനിക്ക് നല്ലതായിട്ട് അറിയാവുന്ന ആളാണ്. ആൾക്ക് ഒരു ലോണിൻ്റെ കാര്യമൊക്കെ എന്നോട് സംസാരിച്ചു. അപ്പം ഞാൻ ചെന്ന കാര്യം പറഞ്ഞതുപോലെ ആളുടെ കല്യാണമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കല്യാണത്തിനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു 6 മാസത്തേക്കുള്ള പ്ലാൻ അല്ല ഒരു ഫിനാൻസ് നിങ്ങൾ അറേഞ്ച് ചെയ്യാനകത്ത്. നിങ്ങളൊരു ഫിനാൻസ് അറേഞ്ച് ചെയ്തിട്ട് മാത്രമേ നിങ്ങളൊരു കല്യാണം കഴിക്കാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പീസ്ഫുള്ളി നമുക്കൊരു കല്യാണം കഴിച്ച് ഫിനാൻഷ്യലി ബേർഡൻ ഇല്ലാതെ പോകാനായിട്ട് ഒരു 6 മാസത്തെ ഒരു എമർജൻസി ഫണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു ഫണ്ട് നമ്മുടെ കയ്യിൽ വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ലൈവ് എക്സാമ്പിൾ. ഞാൻ ഈ കണ്ട ആൾ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് ഒത്തിരി ബുദ്ധിമുട്ടെന്ന് ഞാൻ കണ്ടു. കാരണം വെച്ചാൽ ഈ ആൾ കല്യാണം കഴിച്ചത് തന്നെ സത്യം പറഞ്ഞാൽ ഒത്തിരി കടത്തിൻ്റെ മേളിലുള്ളൊരു മനുഷ്യന്. പുള്ളി കല്യാണം കഴിക്കുന്നത് തന്നെ സ്ത്രീധനം കിട്ടിയിട്ട് ഈ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ സ്ത്രീധനം കിട്ടിയിട്ട് കടം വീട്ടുക എന്ന് പറയുന്ന ആദ്യത്തെ വലിയൊരു മണ്ടത്തരം കാണിക്കുന്നു. കാരണം ഈ സ്ത്രീധനം എന്ന് പറയുന്നതും വേറൊരാൾ അത്രയും എഫേർട്ട് എടുത്തുണ്ടാക്കുന്ന ഒരു സംഭവമല്ലേ. അപ്പോൾ ആ സ്ത്രീധനത്തെ നമ്മൾ കൊടുക്കുക എല്ലാം ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പലരും വാങ്ങിക്കുന്നുണ്ട്, പലരും കൊടുക്കുന്നുണ്ട്. കൊടുക്കാതിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് പോലെ, വാങ്ങിക്കാതിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് പോലെ എന്താണേലും. പക്ഷേ സ്ത്രീധനം എന്ന് പറയുന്നത് ഒരാളുടെ ചിലപ്പോൾ ആയുസിൻ്റെ അത്രയും ആയുസിൽ അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയായിരിക്കും ഒരു മനുഷ്യന് കൊടുക്കുന്നത്. അത് ചുമ്മാ പോയിട്ട് നമ്മുടെ കടം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു തെറ്റാത്. ഒന്നാമത് അതിലൊന്നും ചെയ്യാതെ സ്ത്രീധനം കിട്ടുന്നത് അത് വൈഫിൻ്റെ പേരിലാണെങ്കിൽ അതങ്ങനെ തന്നെ അങ്ങ് ഇടുക, അത് തുടരുത്. ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു മനുഷ്യൻ നമ്മളിപ്പം ഒരു ദിവസം മിനിമം ഒരു 5-6 കസ്റ്റമറുടെ ലൈഫ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 14 വർഷമായിട്ട് നമ്മൾ UAE-യിലുണ്ട്, അതും ബാങ്കിങ് ഫീൽഡിൽ. അപ്പം നമുക്ക് നല്ല അനുഭവമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. ഇതുപോലെ ഓരോ മനുഷ്യൻ അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്, എവിടെയാണ് അടി കിട്ടുന്നത്, എങ്ങനെയാണ് ഇയാൾ വളരെ നല്ല ഡിസിപ്ലിനായിട്ട് ജീവിക്കുന്നവർ വരെ ചിലപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ ഒരു 5-6 മാസം കഴിയുമ്പോഴത്തേക്കും ഫിനാൻഷ്യലി മൊത്തം താറുമാറാവും. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ സ്ത്രീധനത്തെ നമ്മളിപ്പം ഒരാൾക്ക് കിട്ടുന്ന ഒരു സ്ത്രീധനത്തെ അത് റെസ്പെക്റ്റ് ചെയ്യും. അത് വളരെ നന്നായിട്ട് ഒന്നുകിൽ ഇത് നല്ലതായിട്ട് ഉപയോഗിക്കുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുപോലെ വേസ്റ്റായിട്ട് യൂസ് ചെയ്തവരെയും കണ്ടിട്ടുണ്ട്. അതിലൊരാളാണ് ഞാൻ ഈ പറഞ്ഞ ആൾ സ്ത്രീധനം കല്യാണം കഴിച്ചിട്ട് സ്ത്രീധനം എടുത്ത് ഇതെല്ലാം കടമെല്ലാം വീട്ടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ആലോചിക്കുന്നത് തന്നെ മണ്ടത്തരം. അങ്ങനെ ഉള്ളവർ ദയവ് ചെയ്ത് ഉടനെ ഒന്നും കല്യാണം കഴിക്കരുത്. സ്വന്തമായിട്ട് നല്ലതായിട്ട് പൈസ ഉണ്ടാക്കി നിങ്ങൾ കടമെല്ലാം വീട്ടി നിങ്ങളുടെ നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസയും കടമെല്ലാം വീട്ടിയിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞ് കുറച്ച് പൈസ കയ്യിൽ ഒരു നമ്മുടെ കയ്യിലൊരു ഫണ്ടായിട്ടുള്ളപ്പം കല്യാണം കഴിക്കുക. അല്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീധനം എടുത്ത് യൂസ് ചെയ്യും, വൈഫിനെ ഇവിടെ കൊണ്ടുവരും. ഞാൻ ഈ പറഞ്ഞ ഈ ഒരാൾ വൈഫിനെ ഇവിടെ കൊണ്ടുവന്നു, പിന്നെ സ്ത്രീധനം കൊണ്ട് കടം വീട്ടി, അവസാനം എടുത്ത ക്രെഡിറ്റ് കാർഡും പിന്നെ അതും ഫുള്ളായി. കാരണം വരുന്ന പാർട്ട്നർ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെക്ടേഷനോടുകൂടി ആയിരിക്കും ഫസ്റ്റ് ടൈം UAE വരുന്നത്. അവർ പല കാര്യങ്ങൾ കാണുമ്പം അവർക്ക് പല ആവശ്യങ്ങൾ വേണം, ഇവർക്ക് കൊടുക്കാനായിട്ടും ഇഷ്ടമായിരിക്കും. അതെല്ലാം ക്രെഡിറ്റ് കാർഡ് വഴി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ക്രെഡിറ്റ് കാർഡ് അടയ്ക്കാൻ വേണ്ടിയുള്ള ഓട്ടം. അവസാനം ഒരു തരത്തിൽ ഈ പറഞ്ഞ വൈഫും കുറെ കഴിയുമ്പോൾ ബുദ്ധിമുട്ടറിയും. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നം. അപ്പം ഞാനത് ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ ഈ 6 മാസം എന്നുള്ള പറയുന്നത് 6 മാസം കൊണ്ട് അയക്കപ്പോൾ ഒരു വൈഫായാലും പിള്ളേരായാലും അവരെ കൊണ്ടുപോകാനുള്ള ഒരു എമൗണ്ട് അയക്കെ സൂക്ഷിക്കാൻ പറ്റുമോ? 6 മാസം മതിയോ? അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഒത്തിരി ആൾക്കാർ ഇവിടെ കൊണ്ടുവരുന്ന വൈഫ് നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ജോലി നോക്കുന്നവരുണ്ട്. ഞാൻ ഈ 6 മാസം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ 6 മാസത്തിനകം ഈ ഒരു വൈഫിനെ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ വൈഫിനെ ഹസ്ബൻഡിനെ കൊണ്ടുവരുന്ന സമയത്തോ അവർക്കൊരു ജോലി നോക്കാനുള്ളൊരു സമയം മിക്കവാറും 3 മാസത്തെ വിസിറ്റിലായിരിക്കും വരുന്നത്. ആ വിസിറ്റിൽ ഇവരെ
ഗൈഡ് ചെയ്യാനും ഇവരുടെ കാര്യങ്ങൾ നോക്കാനും ഇവരുടെ കയ്യിൽ പൈസ വേണം. മനസ്സിലായില്ലേ? ആ ഒരു 3 മാസമാണ് കുറച്ചുകൂടെ കയറി ഒരു 6 മാസം എന്ന് പറഞ്ഞു. ഇവർ അത്രയും ഒരു ജോലി കിട്ടേണ്ട ഒരാളാണെങ്കിൽ, ജോലി ആത്മാർത്ഥമായിട്ട് നോക്കുന്ന ഒരാളെ ഉറപ്പായിട്ടും 6 മാസത്തിനുള്ളിൽ ജോലി കിട്ടും. കാരണം എന്നൊക്കെ പറഞ്ഞാലും UAE ഇഷ്ടംപോലെ ജോലി നമ്മൾ കാണുന്നുണ്ടല്ലോ, വേക്കൻസി ഉണ്ട്, അത്യാവശ്യക്കാർക്ക് ജോലി കിട്ടുന്നുമുണ്ട്. പക്ഷെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മളിപ്പോൾ ആരോടും ചോദിക്കുകയാണെങ്കിൽ അവർ പറയും UAE ജോലിയുടെ കാര്യങ്ങളൊക്കെ കാലം കഴിഞ്ഞു. ഒന്നുമല്ല, നല്ല ഇപ്പം നമ്മൾ എത്ര അക്കൗണ്ടാണ് ഒരു ദിവസം ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്ത ആൾക്കാരല്ലല്ലോ, എല്ലാവർക്കും ആവശ്യക്കാർ വേണം, കമ്പനീസിന് ആൾക്കാർ വേണം. UAE അതുപോലെ ഡെവലപ്പ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ ആൾക്കാരെ എടുക്കുന്നുണ്ട്. അപ്പം ഇതിനാണ് ഒരു 6 മാസം എന്ന് പറഞ്ഞത്. അല്ലാതെ ഏറ്റവും കുറഞ്ഞത് ഒരു 6 മാസം, അതെ, കുറഞ്ഞത് 6 മാസം, എത്രയായാലും കുഴപ്പമില്ല. കുറഞ്ഞത് ഒരു 6 മാസം നല്ലതായിട്ട് ജീവിക്കാനുള്ള ഒരു ഫണ്ട് ഇവരുടെ കയ്യിൽ വേണം. ഒന്നുകിൽ കല്യാണം കഴിഞ്ഞ് വരുന്ന വൈഫിനെ മാത്രം നോക്കാനാണെങ്കിലും അത് വേണം. പിന്നെ പിള്ളേരുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ചിലവ്, അവനവർക്കുള്ള അവരുടെ ചിലവ് അറിയത്തുള്ളൂ. പിള്ളേരുടെ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പഠിക്കുന്ന പിള്ളേര്, സ്കൂളിൽ പോകും, അതായത് സ്കൂളിൽ പോകാൻ പ്രായമായ പിള്ളേര് തീരെ ചെറിയ കുട്ടികൾ, കൊച്ചു കുഞ്ഞുങ്ങളാണ്, അങ്ങനെ അതും എല്ലാം ഡിഫറെന്റ് ആണ് അല്ലേ? അത് അവരവരുടെ ഇതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യും. നമുക്കറിയത്തില്ല അവരുടെ അടുത്തുള്ള സ്റ്റാൻഡേർഡ് എന്തായിരിക്കും. ചിലർ ഇവിടെ വന്ന് ജെംസിൽ പഠിപ്പിക്കേണ്ടവർ കാണും, സ്കൂളിൽ ചേർക്കേണ്ടവർ കാണും, ചേർക്കേണ്ടാത്തവർ കാണും, കൊച്ചു പിള്ളേർ കാണും. അപ്പോൾ അവരവരുടെ ഇതനുസരിച്ച് ഒരു 6 മാസത്തെ പ്ലാൻ ചെയ്തിട്ട് മാത്രമേ ഇതിനകത്ത് നമ്മൾ ഫാമിലിയെ കൊണ്ടുവരാൻ പാടുള്ളൂ. പിന്നെ കഴിവതും ഇവിടെ പുതുതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ആൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ഫാമിലിയെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാരണം ആദ്യം വരുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ഫാമിലിയോടെ കൊണ്ടുവന്ന് എല്ലാവരോടും ഒരു സ്ട്രഗിളിലോട്ട് പോകാതെ വന്നു കഴിഞ്ഞ് ഒരു കുറച്ച് ഇവിടെ യൂസ്ഡായി നല്ല ജോലിയായി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ അധികം ഒരു സമയമൊന്നും വേണ്ട. നാട്ടിലെ ലൈസൻസ് ഉള്ളതാണെങ്കിൽ ഒരു 2-3 മാസം കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തൊന്ന് സെറ്റായി ഒരു ജോലിയായി എല്ലാം കഴിഞ്ഞ് കുറച്ച് പൈസയായി, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഫാമിലി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. കാരണം വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും നല്ലതായിട്ട് ജീവിക്കുന്നതിന് പകരം നമ്മൾ പലപ്പോഴും കാണുന്ന വെച്ചാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ രണ്ടുപേരും ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ടിലോട്ട് വന്നു കഴിഞ്ഞ് രണ്ടുപേരുടെ ഒരു ബുദ്ധിമുട്ടാകരുത്, റിലേഷൻഷിപ്പ് സ്പോയിലാകരുത്. അവസാനം തന്നെ നമ്മൾ പറഞ്ഞാൽ റിലേഷൻഷിപ്പ് നന്നാക്കാൻ ഇവിടെ കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ട് ഉള്ളതും കൂടെ കളഞ്ഞു വിളിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഒരു 6 മാസത്തെയെങ്കിലും കയ്യിൽ പൈസ കരുതിയിട്ട് വേണം കൊണ്ടുവരാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീധനം എന്ന് പറയുന്നത് ചുമ്മാ എടുത്ത് ഉപയോഗിക്കരുത്. ഒരു കാരണവശാലും സ്ത്രീധനത്തെ തൊട്ടുള്ള കളിക്കരുതെന്നാണ് നമ്മൾ പറയുന്നത്. കാരണം വെച്ചാൽ അതുകൊണ്ട് ഒത്തിരി ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണേലും ഒരു 2 മാസം മുന്നേ അവന് കിട്ടിയ സ്ത്രീധനം ഗോൾഡായിട്ടാണേലും ഇതായിട്ടാണ് അവനത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, ലോക്കറി വെച്ചേക്കാൻ. അപ്പം അവനൊരു വീട് വാങ്ങിക്കാനായിട്ട് അത് പ്രയോജനപ്പെട്ടു, അതെല്ലാം എടുത്ത് യൂസ് ചെയ്തു. അതിപ്പം അത് തിരിച്ചെടുക്കാനായിട്ട് അവനിപ്പോൾ അടുത്ത 1 വർഷം കൊണ്ട് അത് തിരിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അതൊരു അസറ്റാണ്. ആ സ്ത്രീധനം എടുത്ത് ഇവിടെ വന്ന് കടം വീട്ടി അവസാനം വൈഫൊക്കെ അറിയുമ്പോൾ തന്നെ അത് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ. കാരണം അവരുടെ അപ്പൻ കൊടുത്ത ഒരു പൈസ ഇവിടെ വന്ന് ചെറുക്കൻ അവൻ്റെ കടം വീട്ടാനാണ് ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ അതിലൊരു എന്താ ഒരു പിന്നെ ആ ചെറുക്കനെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പം നാട്ടിലെ ഒരു എന്തൊക്കെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അത് മാക്സിമം തീർത്തിട്ട് വേണം ഇങ്ങനെയുള്ളവര് ഇങ്ങനെ ഒരു അടുത്ത വെഞ്ചറിലേക്ക് വരാൻ. കാരണം വിവാഹം എന്ന് പറയുന്നത് വലിയൊരു വെഞ്ചർ തന്നെ ശരിക്കും അല്ലേ. ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ആ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ശരിക്കും പ്ലാൻഡ് ആയിരിക്കണം, ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കണം, മനസ്സ് നല്ല പീസ്ഫുൾ ആയിരിക്കണം അതിനകത്ത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുള്ളൂ. കാരണം കടത്തിന്റെ മേളിൽ നിന്നിട്ട് ഇപ്പൊ പണ്ട് കാലത്ത് പറയത്തില്ല, കുടിയനായിട്ടുള്ളൊരു മോനാണെങ്കിൽ കല്യാണം കഴിപ്പിച്ച് അവൻ നന്നാവും എന്ന് പറയുന്നത് എന്ന് പറയുന്നല്ലേ. കടത്ത് നിൽക്കുന്ന ഒരാൾ എന്നാൽ ഇനി കല്യാണം കഴിച്ച് ഇതെല്ലാം കഴിയുമ്പോൾ അങ്ങ് സെറ്റാവും, എല്ലാം നന്നാവും. അങ്ങനെ വിചാരിച്ച് ഒരു കാരണവശാലും കല്യാണം കഴിക്കരുത്. പിന്നെ ഇപ്പം ഒരു പെണ്ണിനെ കൊടുക്കുമ്പോഴാണേലും ശരിക്കും ഇപ്പം ഗൾഫിലുള്ള ചെറുക്കനാണെങ്കിൽ ഇപ്പം എല്ലാം ഒത്തിരി കാര്യങ്ങൾ അന്വേഷിക്കാൻ പല കാര്യങ്ങളുണ്ടല്ലോ. അവനെങ്ങനെയാണ്, അവൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് വേണ്ട, സിബിൽ സ്കോർ നോക്കിയാൽ തന്നെ നമുക്കറിയാം. അപ്പം ഈ പറഞ്ഞാൽ എനിക്കൊന്ന് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ ജോലിക്ക് ACB സ്കോർ നോക്കുന്ന പോലെ തന്നെ കല്യാണം കഴിക്കുന്ന ഒരാളുടെ സിബിൽ സ്കോർ വേണമെന്ന് പറയുന്നതിന് തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം UAE താമസിക്കുന്ന ഒരാളാണെങ്കിൽ അത് തന്നെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അറിയാനായിട്ട് നാട്ടിലെ ഒരാളെ ഇങ്ങോട്ട് കെട്ടിക്കുന്നു. അപ്പം അവൻ്റെ ACB സ്കോർ ഞങ്ങൾക്കൊന്ന് അറിയണം. ഇപ്പം നാട്ടിലെ ഹോം ഫിനാൻസ് എടുക്കുന്ന ഒരാളോട് ബാങ്ക് ചോദിക്കത്തില്ലേ സിബിൽ സ്കോർ എന്ന് പറയുന്ന പോലെ തന്നെ അതൊരു നോർമലായിട്ടുള്ള ഒരു ചോദ്യം എന്നുള്ളത് ഓർത്താൽ മതി. കാരണം അങ്ങനെയൊക്കെ ചോദിച്ചാലേ ഇപ്പം നമ്മൾ ഇത്രയും പാടുപെട്ട് വളർത്തിയൊരു കൊച്ചിനെ നല്ലൊരു തന്നെ കൊടുക്കണ്ടേ. അവൻ്റെ സ്വഭാവവും അവൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്ട്, ഡിസിപ്ലിന്, അവൻ്റെ
ഇതെല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ അത് ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ ACB സ്കോർ എന്ന്. സ്വഭാവമൊക്കെ വേറെ. ഞാൻ പറയാം ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അറിയണമെങ്കിൽ ACB സ്കോർ അതിനകത്തൊരു കുറവും വിചാരിക്കേണ്ട, കൊടുക്കാനായിട്ടും കുറവ് വിചാരിക്കേണ്ട, ചോദിക്കാനായിട്ടും കുറവ് വിചാരിക്കേണ്ട. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബേസിക് ഇത് തന്നെ ആയിരിക്കണമെന്നാണ് എൻ്റെ ഒരു എന്താ പറയുന്നത്, എൻ്റെ ഒരു നിഗമനം അതിനകത്ത്. എനിക്കിപ്പോൾ ഈ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും പറ്റിയും കൂടുതൽ പറയത്തക്കവണ്ണമുള്ളത് ചേച്ചന് അറിയാമെന്ന് തോന്നുന്നു. കാരണം പലരും ഇതിൻ്റെ ഇപ്പം പറഞ്ഞ ഓരോ കാര്യങ്ങളെ പറ്റിയും കൂടുതൽ അറിഞ്ഞാൽ അവർക്ക് പ്രയോജനപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ കടം തീർക്കാതെ കല്യാണം കഴിച്ചു കഴിഞ്ഞ്, അങ്ങനെ പല പല സബ്ജക്ട്സ് പറഞ്ഞു. പിന്നെ ഈ കാറ്റഗറി പെടാത്തവരുണ്ട്. ഇപ്പോൾ ഒരു 35 years കഴിഞ്ഞ് വരുന്നവരുണ്ട്. അവർക്കിപ്പം സ്ത്രീധനമായിരിക്കില്ല, അവർക്ക് വേറെ ചില പ്രശ്നങ്ങളും കൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ പല രീതിയിലുള്ള ആൾക്കാരാണ് ഗൾഫിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാറ്റഗറിയുള്ള ആൾക്കാരെ പറ്റിയും, പിന്നെ കൂടാതെ ഈ ബാങ്കിങ് ഫീൽഡിൽ തന്നെ ഓരോരുത്തർ ഇപ്പം വരുന്ന പ്രശ്നങ്ങളിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ലോൺ അടയ്ക്കുന്നില്ല, അങ്ങനെ പല പല അതിനെപ്പറ്റിയുള്ളൊരു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കന്ന് ഇതേപ്പറ്റി നമുക്ക് കുറച്ചുകൂടെ ഇലാബറേറ്റഡ് സംസാരിക്കാം അടുത്ത കുറച്ച് എപ്പിസോഡ്. കാരണം എനിക്കത് ഭയങ്കര ആൾക്കാർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. ചേച്ചന് ഇത്ര എക്സ്പീരിയൻസും എക്സ്പോഷറും ഉള്ള സ്ഥിതിക്ക് ഈ ഓരോ കാര്യത്തെ പറ്റിയും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? താങ്ക് യു. ആർക്കായാലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഫിനാൻഷ്യൽ എങ്ങനെ പ്ലാൻ ചെയ്യണം, നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ അറിവും വെച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്, നോളജ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം എന്തെങ്കിലും ഹെൽപ്പ് ആർക്കെങ്കിലും ഈ ഒരു കാര്യത്തിൽ, അതായത് കൺസൾട്ടേഷൻ ഹെൽപ്പുകൾ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ. താങ്ക് യു. താങ്ക് യു.